ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഫെമിനൈൻസിൻ്റെ എസെൻഷൻ എവിടെ വരെ ആയി, ഇനി എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടിയ കാർഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല കാർഡ്സുകളാണ്. മാരേജൊക്കെ നോക്കുന്നവർക്ക് നല്ല രീതിയിൽ മാരേജ് പോസിബിലിറ്റി ഉണ്ട്, കാരണം സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആ ഒരു പാർട്ട്ണറിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറച്ചു വയ്ക്കാനോ ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ചീറ്റിങ് കിട്ടാൻ വളരെ ചാൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ ചീറ്റിംഗ് കാർഡാണ് ആദ്യം കിട്ടിയ കാർഡ്. പിന്നെ നമുക്ക് കിട്ടിയ കാർഡ് എന്ന് പറഞ്ഞാൽ 2 ഓഫ് വാൻസ് ആണ്. 2 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ജോലിപരമായിട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കരിയർ സംബന്ധമായിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. മീൻസ് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അബ്രോഡോ എവിടെയെങ്കിലൊക്കെ പോയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ അതിനും നല്ലൊരു സമയമാണ്. ന്യൂ ബിഗിനിങ്സ് ആണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ചൂസ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. കാരണം ഒരു ഓഷ്യൻ ആയിട്ടുള്ള ഓവർസീസ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി ഇപ്പോൾ ഒരു പാർട്ട്ണറാണെങ്കിലും അങ്ങനെ എബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്നൊരു പാർട്ട്ണർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു പോസസീവ് ആയിട്ടുള്ള നേച്ചർ കാണിക്കുന്നുണ്ട്. 2, 3, 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ വന്നിട്ടുണ്ട് കാർഡ്സിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസസീവ്നെസ് ഉണ്ടെങ്കിൽ ആ ഒരു പോസസീവ്നെസ് മാറ്റുക, ഉള്ളത് ഷെയർ ചെയ്യുക. പിടിച്ചു വയ്ക്കുന്ന ക്യാരക്ടർ ഒന്നിനും നല്ലതല്ല. ഫിനാൻഷ്യലി ആണെങ്കിലും റിലേഷൻഷിപ്പിലാണ് മെൻ്റലി ആണെങ്കിലും റിലീസ് ചെയ്യുക. എന്തെങ്കിലും പാസ്റ്റ് എന്തെങ്കിലും പിടിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. പിന്നെ എംപ്രസ് കാർഡ് ഉണ്ട്, അതൊരു ഫെർട്ടിലിറ്റി കാർഡും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എംപ്രസ് ഗോഡസ് എനർജിയൊക്കെ ഒരു സ്ത്രീയാണ്, അബണ്ടൻ്റ് ആണ്, എല്ലാ രീതിയിലും അബണ്ടൻ്റ് ആണ്, എല്ലാ പവറും ഉണ്ട്, അതോറിറ്റിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവേക്കണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത്, നമുക്ക് സ്റ്റാർസ് കാണിക്കുന്നുണ്ട്, നമ്മുടെ 12 സോഡിയാക് സൈൻസിനെയും പ്ലാനറ്ററി മോഷൻസിനെയും ഒക്കെ പറയുന്നുണ്ട് എംപ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സൺ കാർഡും വന്നിട്ടുണ്ട്. സൺ കാർഡ് എന്ന് പറഞ്ഞാലും ഹാപ്പി മാരേജ് അല്ലെങ്കിൽ ഹാപ്പി, നമുക്ക് ഏതൊരു കാര്യത്തിലും ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാണ് സൺ എന്ന് പറയുന്നത്. ഇരുട്ടാണെങ്കിൽ വെളിച്ചം വരികയാണ്. ഒരു സെലിബ്രേഷനായിട്ടും പറയുന്നുണ്ട്. സൺഫ്ലവേഴ്സൊക്കെ ഡാൻസ് ചെയ്യപ്പോഴും നമ്മൾ സെലിബ്രേഷനിലായിരിക്കും. അതുപോലെ ഒരു കുട്ടീനെ കാണിക്കുന്ന നാക്കഡായിട്ടുള്ള കുട്ടീനെ നമ്മളുടെ ആ ഒരു നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷനും പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നും ബേബി ഷവറോ കുട്ടികളുടെ ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ചൈൽഡ് ബിയറിങ് ആവാനുള്ള ചാൻസ്, ഒരു മദർഹുഡിലേക്ക് പോകാനുള്ള ചാൻസ് ഈ ഒരു എംപ്രസ് കാർഡും സണ്ണൊക്കെ വരുന്നത് കൊണ്ട് ഒരു മദർഹുഡ് ഫാമിലി ബിൽഡ് ചെയ്യാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ജസ്റ്റിസ് ഒരു കാർഡ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ബിൽഡ് ചെയ്യാനുള്ള ചാൻസിന് നല്ല ടൈമാണ് ഫാമിലി ആവാനും. ഇപ്പോൾ മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരേജ് ടൈം നല്ല ഒരു മാരേജ് ടൈം കാണിക്കുന്നുണ്ട് ഇതിൽ. കാരണം മാരേജ് ആവാനും ചിലപ്പോൾ മാരീഡ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ബേബി ഒക്കെ ആവാനുള്ള ചാൻസസും വളരെ അധികമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു മന്ത് ബാലൻസ് ഹാർമോണിയൊക്കെ വരാൻ വളരെ ചാൻസസ് കാണിക്കുന്നുണ്ട് ഇതിൽ. ബോട്ടം വന്നത് 10 ഓഫ് കപ്സാണ്. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ലവിൽ അത്രയും സക്സസ് ആവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ പല സ്റ്റേജസ് ഉള്ളവരുണ്ടായിരിക്കും അല്ലേ ഡിവൈൻ ഫെമിനിൻസ്. ഇനിയിപ്പോൾ ഡിവൈൻ ഫെമിനിൻ അല്ലാത്ത ഏതൊരു പാർട്ട്ണർ അല്ലെങ്കിൽ ഏതൊരു പേഴ്സൺ കണ്ടാലും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നല്ലതാണ്. നമ്മളുടെ ജേർണീനെ എങ്ങനെയൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാം, എങ്ങനെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാം എന്നും കൂടിയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസും പല രീതിയിൽ നമ്മളെ ചീറ്റ് ചെയ്യാനും ഹേർട്ട് ചെയ്യാനൊക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു കോൺട്രാക്റ്റ് വെച്ചേക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ജേർണീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മുടെ എല്ലാവരുടെ ജേർണി എന്ന് പറയുന്നത് ലാസ്റ്റ് എൻ്റെ നമ്മുടെ യൂണിവേഴ്സിലേക്ക് അലിഞ്ഞു ചേരാം. യൂണിവേഴ്സിലേക്ക് അലിഞ്ഞു ചേരണമെങ്കിൽ അത്രയും പ്യുവർ ആയിരിക്കണം. ഇച്ചിരി ഒരു കളങ്കം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു പരമാത്മാവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷനാണ് ഈ ഒരു ഭൂമിയിലെ ലൈഫ് എന്ന് പറയുന്നത്. ഒരു ലെസൺസ് പഠിക്കാനുള്ള ഒരു പാഠശാലയാണ്. അപ്പോൾ ആ ഓരോ പാഠങ്ങൾ നമുക്ക് ഓരോരുത്തർ വന്ന് തരുന്നത് നമ്മുടെ കർമ്മ നമ്മൾ കൊടുത്തത് തിരിച്ചു കിട്ടുന്നു, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജന്മത്തെ അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ സോൾ ഗ്രൂപ്പിലത്തെ ആരെങ്കിലും നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു കർമ്മ വീട്ടുന്നതുമായിട്ട് നമുക്കിവിടെ കാണാം. ഒരു മെയിൽ പാർട്ട്ണർ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫീമെയിലാണ് കാണണമെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ നിങ്ങളൊരു മെയിലാണ് കാണുന്നത് നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജി കിട്ടുന്നുണ്ട്. മാക്സിമം ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മെയിൽ പാർട്ട്ണറിൽ നിന്നോ ആവാനൊക്കെ ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് സോർട്സ്, ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു കാര്യം ആലോചിച്ച് ചിന്തിച്ച് ഒക്കെ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കും. ഒരു കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ പിന്മാറില്ല. അങ്ങനത്തെ സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ ഇതിൽ ബാക്കിൽ ഭയങ്കര കാറ്റും മേഘങ്ങളുടെ ഒക്കെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത്രയും ഒരു ഡിസിഷൻ മേക്ക് ഒക്കെയുള്ള ഒരു പേഴ്സണാണ്. ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ കിങ്ങിൻ്റെ ഒരു എനർജി കാണും. കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്
വാളി വീശിക്കഴിഞ്ഞാൽ പിന്നെ അത് താഴ്ത്തില്ല, അങ്ങനത്തെ ഒക്കെ പറയുന്ന ഒരു ക്യാരക്ടറില്ല. അങ്ങനെയാണ് മേ ബി ഒരു ഫാദർ ഫിഗറൊക്കെ ബ്രോട്ടപ്പ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സണ്. അപ്പോൾ നമുക്ക് എസെൻഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിവൈൻ ഫെമിനിൻസിൻ്റെ മാരേജ് ഇഷ്യൂ ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്, റെഡ് ജാസ്പർ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യാം. മാരേജ് ലക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ പിക്ചർ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക നിങ്ങളെ ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ, നിങ്ങളെ ബെഡിൻ്റെ നമ്മൾ തല വയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതും ഡെയിലി അത് കാണുന്നതും നല്ലതാണ്. ഫംഗ്ഷൻപരമായിട്ട് അത് മാരേജ് ലക്കിനെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡബിൾ ഹാപ്പിനെസ്. സോ അങ്ങനെ മാരേജ് എത്രയും നോക്കിയിട്ട് നിങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഈ ആസ്ട്രോളജിയിലൊക്കെ നമുക്ക് ചൊവ്വ ദോഷം കാര്യങ്ങളൊക്കെ പറയുന്ന സത്യത്തിൽ അത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നമ്മുടെ ക്യാരക്ടറാണ്. ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം വരും. ഓക്കെ, ശരിക്കും പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും അതിൻ്റെ ദോഷമല്ല, നമ്മുടെ ഉള്ളിലും ചില ഒരു കാർമിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടായിരിക്കും. അതൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്ലാനറ്റും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. സത്യത്തിലെല്ലാം പറയുന്നത് നമ്മുടെ ഉള്ളിൽ ചേഞ്ച് ചെയ്യാനാണ്, ഇന്നർ വർക്കാണ്. അപ്പോൾ ഇന്നർ വർക്ക് അറിയുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്തവർ അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഹെയർ ഓഫ് നിങ്ങൾ ഒന്നുകൂടി യൂണിവേഴ്സുമായിട്ട് അടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ വന്ന കാർഡുകൾ 2, 3, 4, 5 അങ്ങനെ ഒരു ഓർഡറിൽ കാർഡ് വന്നിട്ടുണ്ട്. അതിൽ 10 വന്നിട്ടുണ്ട്. കർമ്മ ഉണ്ട്, ഞാൻ പറഞ്ഞു ഇത് കർമ്മ ഇയർ ആണ് 2024. സാറ്റേൺ ആണ് മെയിൻലി റൂൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കർമ്മ മാക്സിമം അറിയുന്നവർ കർമ്മ ക്ലെൻസ് ചെയ്യുക. അതിനാണ് ഈ എഗെയിൻ ഓരോ വീഡിയോയിലും പറയുന്നത്. കർമ്മ മാക്സിമം ക്ലെൻസ് ചെയ്യുമ്പോൾ അത്രയും കർമ്മ ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കർമ്മ ക്ലിയർ ആകുമ്പോൾ നിങ്ങളുടെ ബ്ലോക്കേജസ് മാറും. അല്ലാതെ നിങ്ങൾ എത്ര ഔട്ടർ വർക്ക് ചെയ്താലും, ചിലവർ പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ബിക്കോസ് അതെത്ര ചെയ്താലും കംപ്ലീറ്റ്ലി പോവില്ല. നമ്മൾ അപ്പോഴാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സോളിന് ആ പാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഓരോ ബ്ലോക്കുകൾ വരുന്നത്. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നറിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഒരു കോട്ട് ഞാൻ വായിച്ചിരുന്നു, എല്ലാവർക്കും പുറത്തേക്ക് ട്രാവൽ ചെയ്യാനും എവരി വൺ ഈസ് ഇൻട്രസ്റ്റഡ് ടു ഗോ എവ്രിവർ ബട്ട് നോട്ട് വിത്തിൻ. നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ ആർക്കും താല്പര്യമില്ല, പുറത്തേക്ക് പോകാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ശരിക്കും നമ്മൾ പോകേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ ഇരുന്ന് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. എവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അനലൈസൊക്കെ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ ഇൻക്രീസ് ആവുന്നതാണ്. സോ സൺ കാർഡ് ഉണ്ട്, വളരെ നല്ല കാർഡാണ്. അപ്പോൾ ഇത് ഈ റീഡിങ് നിങ്ങൾ പിന്ന് കണ്ടു എന്ന് വിചാരിച്ച് നാളെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറുകയല്ല. സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ നമ്മുടെ ഈ ഗൈഡൻസസ് ഒക്കെ തരുന്നത് ഒരു സ്ലോ പ്രോസസ്സിലാണ് നമുക്ക് നടക്കാം. മെല്ലെ വിത്തിൻ 3 or 6 months എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വിത്തിൻ 1 year ഉള്ളിൽ നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ടാണ് അത് നമുക്കത് വർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസ് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് മെയിൻലി പറയുന്നത്. ബിക്കോസ് 2 കാർഡുകൾ ബാലൻസിൻ്റെ കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും ലോ ആയിട്ടുള്ള സംബന്ധമായിട്ട് അഡ്വക്കേറ്റോ ലോയറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജഡ്ജോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രൊഫഷൻസൊക്കെ ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ആ ഒരു പ്രൊഫഷനെ നന്നായി സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഈ കാണുന്ന വീഡിയോയിൽ. ഓക്കെ, അതുപോലെ മാരേജ് അല്ലെങ്കിൽ ബേബി നോക്കുന്നവർക്കൊക്കെ അതാവാൻ വളരെ ചാൻസ് കൂടുതലാണെന്നും പറയുന്നുണ്ട്. നിങ്ങൾ പുതിയൊരു ജനറേഷൻ വരാനും. പിന്നെ പോസസീവ് നേച്ചർ ഉണ്ട്, അത് ഒട്ടും നല്ലതല്ല. അത് ഈഗോ ഉണ്ടെങ്കിൽ ഈഗോ ഡെത്ത് സംഭവിക്കാൻ ശ്രമിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ട് നല്ല പാർട്ട്ണറും കാര്യങ്ങളും വരാൻ വളരെ ചാൻസാണ്. അപ്പോൾ ഡിവൈൻ ഫെമിനിൻസിനോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ട്. റിലീസ് യുവർ പാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് 2-3 ഏഞ്ചൽ കാർഡ്സും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു റീഡിങ് അവിടെ എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഇപ്പോൾ തീരെ ഡിവൈൻ ഫെമിനിൻസിൻ്റെ വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ലൈവിൽ ഡിവൈൻ ഫെമിനിൻ്റെ എനർജി ഒന്ന് പറയാമോ. നമ്മളെപ്പോഴും ഡിവൈൻ മാസ്കുലിൻ്റെ എനർജിയിലാണ് ഫോക്കസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കരുതി ഡിവൈൻ ഫെമിനിൻ്റെ എനർജി ഒന്ന് നോക്കാം. കുറച്ച് പേരൊക്കെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു കാർഡ്സ് ഞാൻ എടുക്കുന്നുണ്ട്. നമുക്കിവിടെ കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിനിങ്. ഞാൻ പറഞ്ഞു ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ഇനി പുതിയതായിട്ടുള്ള ബിഗിനിങ്സ് വരുന്നുണ്ട്. ഇത്ര നാളും അതൊക്കെ കഴിഞ്ഞ് സെറ്റിൽമെൻറ്റ് ആവുകയാണ്, പുതിയത് വരെയാണ്. യെസ്, പേഴ്സണൽ ഇഷ്യൂസ് റീച്ചസ് റെസൊല്യൂഷൻസ്. നമ്മുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ റെസൊല്യൂഷൻസ് നമ്മൾ സ്വന്തമായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ട് കൺക്ലൂഷൻസ് വരാൻ പോവുകയാണ്. യെസ്, ദ ആൻസർ യു നീഡ് ആർ കമ്മിങ്. നിങ്ങളുടെ ഇത്ര നാൾ നോക്കിയിരുന്ന കുറേ ക്വസ്റ്റ്യൻ്റെ ആൻസർ തിരിച്ചു വരികയാണ്. അതിനെ പറയാം ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. നിങ്ങളുടെ ഈ ഒരു സ്റ്റോറിയുടെ ഒരു എൻഡ് വേണമല്ലോ സ്റ്റോറിക്ക്. അപ്പം എൻഡ് വരാൻ പോവുകയാണ്. നിങ്ങൾ മരണപ്പെട്ടു പോകുന്നതല്ല, നിങ്ങളുടെ സ്റ്റോറിയിൽ അടുത്തൊരു നെക്സ്റ്റ് ഫേസിലേക്ക് പോവുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു പോസസീവ്നെസ് ക്യാരക്ടർ വേണ്ടെന്ന്. കറക്റ്റ് ഈ കാർഡിൽ വന്നിട്ടുണ്ട്. ടൈം ടു ഗിവ് റദർ ദാൻ ടേക്ക്. നിങ്ങൾ എടുക്കുന്നതിന് പകരം കൊടുക്കൂ. കുറേ പേര് കൊടുക്കാതെ വെക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലിയും കരിയറിലൊക്കെ ബ്ലോക്ക് വരും. സോ അതും നിങ്ങൾ ചെയ്യാം.
അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ചില സ്ഥലത്ത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ അഹങ്കാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഒക്കെ. എനിക്കിത് കണ്ടപ്പോൾ ഇതിൽ കൂടുതലും ത്രോട്ട് ചക്രയ്ക്ക് കുറേ പേർക്ക് ബ്ലോക്ക് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ത്രോട്ട് ചക്ര നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യുന്നു. 21 ഡേയ്സോ 90 ഡേയ്സോ കണ്ടിന്യൂസ് ആയിട്ട് ബീച്ച് മന്ത്രം ചെയ്യുമ്പോൾ ത്രോട്ട് ചക്ര അവിടെ അപ്ഗ്രേഡ് ആവും. അപ്ഗ്രേഡ് മീൻസ് ബാലൻസിലേക്ക് വരും. അതുപോലെ എഗെയിൻ ഈ ഒരു ബാലൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്ന് പറയുന്ന ഒരു ത്രാസിൻ്റെ പിക്ചറാണ് കാണിക്കുന്നത്. ന്യൂ മൂൺ ഇൻ ലീബ്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ബാലൻസ് കൊണ്ടുവരാനുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു പ്രാക്ടിക്കൽ പ്ലാൻ എഴുതുക. നിങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം കിട്ടുമ്പോൾ നിങ്ങളെ തന്നെ കൂടുതലും അവെയർനെസ് കൊണ്ടുവന്ന് നിങ്ങളെ തന്നെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് തിരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ ഇനി വർക്ക് ചെയ്യേണ്ടത്, എന്തിലാണ് ഞാൻ ക്ലിങ് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ എന്തിലോ അറ്റാച്ച്മെൻറ്റ് കാണിച്ചാലും അറ്റാച്ച്മെൻറ്റ് ബ്രേക്ക് ചെയ്ത് ഡിറ്റാച്ച്ഡ് ആയാൽ മാത്രമാണ് നമുക്ക് യൂണിവേഴ്സിലേക്ക് ലയിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തിലൊക്കെ അറ്റാച്ച്മെൻറ്റ് കാണിച്ചു അതിലൊക്കെ യൂണിവേഴ്സ് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അതായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത്. ബിക്കോസ് നിങ്ങൾ അതിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു. സെൽഫ് ലവിനേക്കാളും കൂടുതൽ വേറൊരു പേഴ്സണെ സ്നേഹിക്കുമ്പോൾ അത് അവിടെ ബ്രേക്ക് ആവും. ചിലർക്ക് ഡെത്ത് ആയിട്ടായിരിക്കാം. അപ്പോൾ ആ പെയിനൊക്കെ പഠിപ്പിക്കുന്നത് സെൽഫ് ലവിലേക്ക് എത്തിക്കാനാണ്. സോ ഡിവൈൻ ഫെമിനിൻസിൻ്റെ ഗൈഡൻസിൻ്റെ റീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്തത്. നിങ്ങൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. പാസ്റ്റ് റിലീസ് ചെയ്യാനും ബാലൻസ് കൊണ്ടുവരാനും പുതിയ സൈക്കിൾ വരുന്നുണ്ട്. അതുപോലെ പൊസസീവ്നെസ് ക്യാരക്ടർ നിങ്ങൾ കംപ്ലീറ്റ്ലി കൊടുക്കുക. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഈ റീഡിങ്ങിൽ നിന്ന് 2 കാർഡ് എടുത്തപ്പോഴും സെയിം കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. യൂണിവേഴ്സ് അത് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങളുടെ ജേർണി. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അത് ടാരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ വിൽ ഗിവ് ദ നമ്പർ. ഓക്കെ, താങ്ക് യു.